ദിവ്യാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഒരു കിടിലൻ പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മോദകം അല്ലെങ്കിൽ സുഹിയൻ. അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 150 ഗ്രാം ചെറുപയർ, 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് ചേർക്കാം. ചെറിയ ഫ്ലെയിമിൽ പയർ നമുക്ക് വേവിച്ചെടുക്കാം. പയർ ശ്രദ്ധിച്ചോണം, തിളയ്ക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വെള്ളം പറ്റിപ്പോവും. അത് പറ്റുന്നതിനനുസരിച്ച് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വേണം. വേവ് ശ്രദ്ധിക്കണം. പയർ നല്ലപോലെ വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ നല്ല വെന്ത് ഉടയണം. എന്നാൽ മാത്രമേ നമുക്കിത് എല്ലാം ചേർത്ത് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. നല്ല ഉരുള പരുവത്തിൽ. നമ്മുടെ പയർ വെന്ത് നല്ലപോലെ പറ്റിയിട്ടുണ്ട്, വെള്ളവും അതിൻ്റേത് പറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങാം. നമുക്ക് ഒരു അരിപ്പയിലോട്ട് ഇത് മാറ്റാം. അല്പം വെള്ളം ഉണ്ടെങ്കിൽ ഇതങ്ങ് പോട്ടെ. അധികം വെള്ളം തോരാനില്ല, അല്പമേ ഉള്ളൂ. നമുക്കിങ്ങനെ മാറ്റാം. നമ്മൾ ആ ചട്ടിയിലേക്ക് തന്നെ തിരിച്ചതിട്ടിട്ടുണ്ട്. വെള്ളം തോർത്തിയെടുത്തതിന് ശേഷം പയറിലേക്ക് നമുക്ക് ശർക്കര ഇടാം. കട്ടിയാണ്. അവലും കൂടി ഇടാം. ഈ ചൂടിൻ്റെ കൂടെ ഈ അവലോട് ചേർക്കുമ്പോഴത്തേന് അതിനോട് അങ്ങ് മിക്സായി അതും അങ്ങ് കുതിരും. ഇത് കുഴച്ച് ചേർക്കാൻ അതിൻ്റെ ചൂട് നാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. താഴെയുള്ളതെല്ലാം ഒന്ന് മേപ്പോട്ടാക്കാം, ഇളക്കി കൊടുക്കാം. ചൂടാണ്. നമ്മൾ ഇളക്കുമ്പം വെള്ളമയം കൂടുതലാണെങ്കിൽ അല്പം അവലും കൂടെ നമുക്ക് ചേർക്കാം. നമുക്കിതിന് വേണ്ട ചേരുവകൾ ചേർക്കാം. 1/2 സ്പൂൺ ചുക്കുപൊടി, അല്പം എള്ളി ചേർക്കാം കറുത്തത്, അല്പം ചെറിയ ജീരകം കൂടെ നമുക്ക് ചേർക്കാം. നമുക്ക് 2 സ്പൂൺ പഞ്ചസാരയുടെ ചേർക്കാം. അപ്പോൾ അരിപ്പൊടിയൂടെ നമുക്ക് ചേർക്കാം. നമുക്ക് മുന്തിരിയോ നട്ട്സോ തേങ്ങ വറുത്ത കൊത്തോ അതെന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനോട് വേണമെങ്കിൽ ചേർക്കാം. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ്. കൈകൊണ്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തത് കുഴച്ചെടുക്കാം. ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ചൂടാറുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ഒരു ഇളം ചൂട് വെച്ചുകൊണ്ട് വേണം നമ്മളിതെല്ലാം ചേർത്ത് ഇളക്കിയെടുക്കാൻ. ഏലയ്ക്ക തോട് കളഞ്ഞത് അല്പം ചേർക്കാം. നമ്മളെല്ലാം കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് അതിൻ്റെ വെള്ളം വലിയാൻ വേണ്ടി നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മധുരം ചെക്ക് ചെയ്തിട്ട് കുറവാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം ഇതിൻ്റെ വലിഞ്ഞിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. നല്ലവണ്ണം പ്രസ് ചെയ്ത് വേണം ഇത് ഉരുട്ടിയെടുക്കാൻ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് ഉരുട്ടിയെടുക്കാം. വലുതോ ചെറുതോ ഏത് പരുവത്തിൽ വേണമെങ്കിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാം. നമുക്കതിനുള്ള മാവ് തയ്യാറാക്കാൻ അല്പം അരിപ്പൊടി എടുക്കാം. അല്പം മൈദയും കൂടെ ചേർക്കാം. കളറിനായിട്ട് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ചേരുന്ന പരുവത്തിന് ഉപ്പും ചേർക്കാം. ചേർത്ത് നമുക്ക് ഇളക്കാം. ഈ ഒരു ലൂസി വേണം മാവ് കുഴച്ചെടുക്കാൻ. കാരണം മോദകത്തിൽ കട്ടിക്ക് മാവ് ഇരുന്നാൽ അതിന് ടേസ്റ്റ് വരത്തില്ല. ഒരു ലൈറ്റ് കോട്ടിങ്ങേ പാടുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ലൂസിൽ വേണം കുഴച്ചെടുക്കാൻ. നമ്മളിത് മാവിൽ ഒന്ന് കോട്ട് ചെയ്താണ് ഇടുന്നത്. ഫ്ലെയിം കൂട്ടി വേണം നമ്മൾ ഇടാൻ. ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്താൽ അതിൽ എണ്ണ പിടിക്കും. എണ്ണ പിടിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം വരും, കൊള്ളത്തില്ല. അല്ലേ, ലൈറ്റ് കോട്ടിങ്ങാണ്.
മോദകം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ കോരിയെടുക്കാം. ഇപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ മോദകം തയ്യാറായിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഫീഡ്ബാക്ക് അറിയിക്കണം. നന്ദി, നമസ്കാരം.